നമസ്കാരം. ഞാൻ രാജേഷ് പൂനൂർ. നെയ്യാടാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. എന്നോടൊപ്പം ഉള്ളതിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ശക്തി, സംഘടനയുടെ ട്രഷററാണ്. അതുപോലെ തന്നെ സജികുമാർ, സംഘടനയുടെ സെക്രട്ടറിയാണ്. സംഘടനയുടെ വൈസ് പ്രസിഡന്റായ ശ്രീ ജഗദീഷ് കുമാർ, അതുപോലെ തന്നെ ബിപിൻ ദാസ് അസോസിയേഷൻ അംഗമാണ്. നമ്മുടെ ഓഫീസ് കാര്യങ്ങളും ആംബുലൻസും ഒക്കെ നിയന്ത്രിക്കുന്ന ശ്രീ അനിൽകുമാർ, ഓഫീസ് സെക്രട്ടറിയാണ്. നെയ്യാടാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ കഴിഞ്ഞ 22 വർഷമായി നെയ്യാഡാമിലും പരിസര പ്രദേശത്തുള്ള വിവിധ പഞ്ചായത്തുകളിലും സൗജന്യ ആംബുലൻസ് സർവീസും മെഡിക്കൽ ക്യാമ്പുകളും ചികിത്സാ സഹായ പദ്ധതികളും വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയുമൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ 22ാം വാർഷികം നെയ്യാഡാം ഓണാഘോഷ വേദിയിൽ 3ാം ഓണ ദിവസം 27ാം തീയതി നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ നാടിന്റെ പ്രിയപ്പെട്ട MLA-മാരായ ശ്രീ CK ഹരീന്ദ്രൻ അവർകൾ, അതുപോലെ തന്നെ MR ബൈജു അവർകൾ, ശ്രീ G സ്റ്റീഫൻ അവർകൾ തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കേരളത്തിലെ പ്രശസ്തമായ ജോസ്കോ അവതരിപ്പിക്കുന്ന ഒരു ഗാനമേളയും അന്നേ ദിവസം നടക്കുകയാണ്. നാളിതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഞങ്ങളുടെ അധ്വാനത്തിന്റെ 5%, അതായത് 1000 രൂപയ്ക്ക് ഓടുമ്പോൾ ഒരു 50 രൂപ മാറ്റിയിട്ട് എല്ലാ തിങ്കളാഴ്ചയും ബാങ്കിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്നെടുത്ത് കാര്യങ്ങൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഒരു അത്യാവശ്യം വന്നാൽ, ഒരുപക്ഷെ നമ്മുടെ ആംബുലൻസ് പുറത്തോട്ടം പോയിരുന്നാൽ പോലും നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് മറ്റൊരു ആംബുലൻസ് തരപ്പെടുത്തി അവർ ആശുപത്രിയിൽ എത്തിക്കുകയും അതുപോലെ തന്നെ ആശുപത്രിയിൽ തിരിച്ചെത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇന്നലെ വരെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഇത് രായെന്നോ പകലെന്നോ ഇല്ലാതെ 24 മണിക്കൂറും ഇത് പ്രവർത്തിക്കുന്നു. അതിന് നമ്മുടെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ നെയ്യാഡാം പോലീസ്, ഇറിഗേഷൻ അതോറിറ്റി, ഫോറസ്റ്റ്, വാട്ടർ അതോറിറ്റി, അങ്ങനെ വേണ്ട നെയ്യാഡാമിലെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഞങ്ങൾക്കൊപ്പമുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഒരു സ്നേഹമാണ് വീണ്ടും വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങളെ ചെയ്യാൻ വേണ്ടി ഏറെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ ശിവാനന്ദ ആശ്രമം എന്നുള്ള ഒരു വലിയ പ്രസ്ഥാനം, ആശ്രമത്തിൽ നിന്നുമുള്ള സഹായങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആംബുലൻസ് എടുക്കുന്നതിലേക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിലും ഒരു സഹായമായി ശിവാനന്ദ ആശ്രമം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 2024 മാർച്ച് 17-ാം തീയതിയാണ്, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആംബുലൻസ് സർവീസ് ആരംഭിക്കും. ആ വർഷം തന്നെയാണ് നമ്മുടെ സുനാമി ദുരന്തം നടന്നത്. ആ സമയത്ത് തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടാണ് ആദ്യമായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. അതിനുശേഷം ഇതുവരെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം പോലും അതിന് നമ്മൾ ആദ്യത്തെ ആംബുലൻസ് സർവീസ് നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ പുതിയ ആംബുലൻസ് സർവീസ് പുതിയതായിട്ട് വാഹനമെടുത്ത് സേവനം നടത്തി. അത് അന്ന് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ശ്രീ ശശി തരൂരാണ് വണ്ടി ഓടിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. അതിന്നും അനസൂയം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.